ഞാൻ നിങ്ങളുടെ പച്ചക്കാണ്, ഞാൻ BJP ചേർന്ന് വെറുതെ ചേർന്നതല്ല. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. PC ജോർജും ഷോൺ ജോർജും അനിൽ ആന്റണിയും ഒക്കെ BJPയുടെ ആദർശം കണ്ടുകൊണ്ടാണ് BJP പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിരിക്കാനതല്ലാതെ എന്ത് ചെയ്യാൻ. അതായത് PC ജോർജും അഖിൽമാരാറും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ച് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികളാണ്. സ്വന്തം നിലനിൽപ്പിനനുസരിച്ച് നിലപാട് മാറ്റിപ്പോകുന്ന ഇവരെയൊക്കെ ഉണ്ടല്ലോ. മലബാറിൽ നിന്നൊരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, AP അബ്ദുള്ളക്കുട്ടി. ചാടിക്കളിക്കട കൊച്ചിരാമ എന്ന് പറഞ്ഞ പോലെ ഏതൊക്കെ പാർട്ടി പോയെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അവസാനം ഇപ്പോൾ BJPയിലാണോ അതോ ഒരു സംവിധായകനുണ്ടല്ലോ അലി അക്ബർ, അദ്ദേഹം BJPയിലേക്ക് പോവുക മാത്രമല്ല, PC ജോർജ് തന്തയെ മാറ്റിയപ്പോൾ അലി അക്ബർ പേരങ്ങ് മാറ്റി, പരമഹംസൻ എന്നും എങ്ങാണ്ടാക്കി. ഓരോരോ നിവൃത്തികേടെ, വ്യക്തിത്വമില്ലാത്ത, സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഇവരൊക്കെ നാളെ രാഷ്ട്രീയത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ജയിച്ചു വരും കേട്ടോ. കാരണം കേരളത്തിൽ 10 വർഷമായിട്ട് ഒന്നും ചെയ്യാതിരുന്ന UDF 102 സീറ്റോട് കൂടി വരാമെങ്കിൽ പ്രബുദ്ധരായ മലയാളികളെ പറ്റിക്കാൻ ആർക്കാ കഴിവില്ല. അടുത്ത ഓണത്തിനെങ്കിലും തമിഴ്നാട്ടിലെ TVKയിൽ നിന്നോ പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നോ PC ജോർജിന് സ്വന്തമായി ഒരു അപ്പനെ കിട്ടട്ടെ എന്നുള്ള ആശംസകളുമായി PC ജോർജിനും PC ജോർജിന്റെ കുടുംബത്തിനും എല്ലാ മലയാളികൾക്കും എൻ്റെ ഒരു നല്ല ഓണാശംസകൾ.